മാർ പൗലോസ് കുര്യൻ. നമുക്ക് എത്രയും പ്രിയപ്പെട്ടിരിക്കുന്ന നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന് വാഴ്വ്. കർത്താവിൽ പ്രിയനെ, നമ്മുടെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രഥമ യോഗം 2012 മാർച്ച് മാസം 28 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടയം പഴയ സെമിനാരിൽ വെച്ച് നമ്മുടെ അധ്യക്ഷതയിൽ കൂടുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയൻ ക്രിസ്തു യോഗത്തിൽ വന്ന് സംബന്ധിക്കണമെന്ന് നാം താല്പര്യപ്പെടുന്നു. ആലോചനാ വിഷയങ്ങൾ: പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, അസോസിയേഷൻ സെക്രട്ടറിയുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അധ്യക്ഷനെ അനുവദിക്കുന്ന ഇതര വിഷയങ്ങൾ. ശേഷം വിധാനം അനുഗ്രഹിക്കട്ടെ. 2012 മാർച്ച് മാസം 7 ദേവലോകം കാർമിക് അരമനയിൽ നിന്നും അഭ്യന്തരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ട്രസ്റ്റി കോനാട്ട് ഡോക്ടർ ജോൺസ് എബ്രഹാം കർണാൽ, അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂത്ത്, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാനികളായ കോർപ്പിസ്തോഫാമാരെ, സ്നേഹമുള്ള വൈദികരെ, നമ്മുടെ വാത്സല്യവാന്മാരായ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, 2012 മാർച്ച് മാസം 7 പത്തനംതിട്ട കാതോലിക്ക കോളേജ് അങ്കണത്തിൽ സമ്മേളിച്ച മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുത്ത അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ ഈ പ്രഥമ യോഗത്തെ അഭിസംബോധന ചെയ്യുവാൻ ബലഹീനനായ നമ്മെ യോഗ്യനാക്കിയ പരമകാരുണ്യവാനായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ വലിയ നോമ്പിന്റെ പരിപൂർത്തിയിലേക്ക് പരിശുദ്ധ സഭ നടക്കുന്ന ഈ ദിനങ്ങളിൽ ആത്മീയമായ പുതുക്കത്തോടെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സന്തോഷം ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കാം. നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിലും ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ പത്തനംതിട്ട അസോസിയേഷൻ പൂർത്തീകരിക്കുവാൻ ദൈവം കൃപ ചൊരിഞ്ഞു. കണ്ണുനീർ താഴ്വരകളെ ജലാശയമാക്കി മാറ്റുന്ന സർവശക്തന്റെ അനസ്യൂതമായ കൃപകൾ അനവധിയായി അനുഭവിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധ സഭയെ നയിക്കുവാൻ അനുയോഗ്യരായവരെ ദൈവം തന്നെ തെരഞ്ഞെടുത്ത് തന്നു എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് തന്നെ പുതുതായി രൂപീകൃതമായിരിക്കുന്ന ഈ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ നല്ലൊരു ശതമാനം പുതുമുഖങ്ങളായതിനാൽ ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് നാം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ആരുടെയും കഴിവുകളോ സ്വാധീനമോ സമ്പത്തോ മുഖാന്തരമായ അല്ല, മറിച്ച് സർവശക്തനായ ദൈവം തന്റെ കൃപയാൽ പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയ്ക്ക് വിളിച്ച് നിയോഗിച്ചിരിക്കുന്നതിനാൽ മാത്രമാണ് നാം ഇന്ന് ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കുന്നത് എന്ന ബോധ്യം നമ്മെ എപ്പോഴും ഭരിക്കണം. ദൈവത്തിന്റെ സഭയുടെ ഭരണ നിർവഹണത്തിനായി നാം ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തീവ്രമായ ഈ ദൈവിക ബന്ധത്തിലും അവബോധത്തിലും നിന്ന് ഉളവാകുന്നതാകണം. ദൈവാശ്രയ ബോധമില്ലാതെ ലോകപ്രകാരമുള്ള ജ്ഞാനവും കൗശല ബുദ്ധിയും സ്വാധീനവും കൊണ്ട് ദൈവത്തിന്റെ സഭയെ നയിക്കുവാൻ ശ്രമിക്കുന്നത് ആത്യന്തികമായി നാശത്തിലേക്ക് നയിക്കും എന്ന് നാം ഓർത്തിരിക്കണം. 2, മലങ്കര സഭയുടെ വിവിധ മെത്രാസനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ മഹനീയ സഭയിൽ അംഗമായിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തോലികവും കാതോലികവും ഏകവും വിശുദ്ധവുമായ ദൈവത്തിന്റെ ഈ സത്യസഭയുടെ അനുദിന ജീവിതത്തെയും വളർച്ചയെയും സംബന്ധിക്കുന്ന നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സമിതിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. പരിശുദ്ധ സഭയും സഭയുടെ വളർച്ചയും നന്മയും എന്ന ഏക ലക്ഷ്യമല്ലാതെ മറ്റു യാതൊരു പ്രാദേശിക സ്വാർത്ഥ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ നേടിയെടുക്കുവാൻ ഉള്ള ഒരു വ്യക്തിയായി ആരും ഈ മാനേജിംഗ് കമ്മിറ്റിയെ കാണരുത് എന്ന് നാം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം ആരെങ്കിലും ചെയ്യുന്നത് പരിശുദ്ധ സഭയെ ക്ഷീണിപ്പിക്കുമെന്നതിനാൽ അവർ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഓർത്തിരിക്കണം.
മുൻകാലങ്ങളിൽ ചിലരെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇതിന്റെ ശ്രേഷ്ഠതയ്ക്ക് മകരേൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് നമ്മെ ഏറെ ദുഃഖിപ്പിക്കുന്നു. പുതിയ മാനേജിംഗ് കമ്മിറ്റി എന്ന കമ്മിറ്റി ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധ വെക്കണം. ആത്മീയമായ അച്ചടക്കം പാലിക്കുന്നവരുടെ ഒരു സംഘത്തിന് മാത്രമേ പരിശുദ്ധ സഭയെ മുന്നോട്ട് നയിക്കുവാനുള്ള നല്ല ദർശനങ്ങളോട് കൂടിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം കരുതുന്നു. ഓരോ മാനേജിംഗ് കമ്മിറ്റിയിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുവാനും ഈ സമിതിയുടെ നടപടിക്രമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന് അനുയോജ്യമായ ഭാഷയിൽ നല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും ഏവരും ഉത്സാഹിക്കണം. സമയം പാഴാക്കുവാൻ മാത്രം ഉതകുന്ന അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളും പ്രയോജനരഹിതമായ സംസാരങ്ങളും ഒഴിവാക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിരവധി രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഈ സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. പ്രിയരെ, പരിശുദ്ധ സഭയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളോ ചായ്വുകളോ ഇല്ല. പരിശുദ്ധ സഭയുടെ നിലനിൽപ്പിനെ കരുതി ചില അടിയന്തര ഘട്ടങ്ങളിൽ പ്രത്യേക നിലപാടുകൾ സ്വീകരിക്കുവാൻ സഭ നിർബന്ധിതമാകുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയം മാറ്റിവെച്ച് സഭയുടെ നിലപാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഏവർക്കുണ്ട്. അവരവരുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ സഭയുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ തന്നെ പരിശുദ്ധ സഭയിൽ രാഷ്ട്രീയം കൊണ്ടുവരുവാൻ ആരും ശ്രമിക്കരുത് എന്നും ഞങ്ങളുടെ സ്നേഹത്തോട് നാം ആവശ്യപ്പെടുന്നു. സർവോപരി പരിശുദ്ധ സഭയുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി തീർന്നതിൽ സ്വയം അഭിമാനിക്കുന്നതിനപ്പുറം ദൈവത്തിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭാ മാതാവിനെ നമ്മാൽ ആവും വിധം ശുശ്രൂഷിക്കുവാൻ സർവശക്തൻ ഒരു ദിവ്യ നിയോഗം അടുത്ത 5 വർഷത്തേക്ക് നമ്മെ വരവേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരും കരുതണം. പരിപൂർണ ദൈവാശ്രയ ബോധത്തോടും സമർപ്പണത്തോടും കൂടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധ ശക്തിപ്പെടുത്തുന്നതിനും വഴി നടത്തുന്നതിനുമായി നാം പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മക്കളെ, ദൈവനിയോഗത്താൽ വൈദിക ട്രസ്റ്റി, അന്മായ ട്രസ്റ്റി എന്നീ സ്ഥാനങ്ങളിലേക്ക് യഥാക്രമം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം പാലാട്ട്, ശ്രീ MG ജോർജ് മുത്തൂറ്റ് എന്നിവരെ നാം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. കാലാവധി പൂർത്തിയാക്കിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും പുതുതായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മാനേജിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഏവർക്കും വേണ്ടി ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ വെച്ച് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അനുയോജ്യനായ വ്യക്തിയെ ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരഞ്ഞെടുപ്പ് കൂടാതെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ഏവരും സഹകരിക്കണം. അടുത്ത 5 വർഷക്കാലം മലങ്കര സഭയ്ക്ക് പുതിയ ദിശാബോധം നൽകി കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് എല്ലാവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്ന് ആ നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ ദൈവാശ്രയത്തോടും പരിശുദ്ധ കാതോലിക്ക ബാവായോടും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസിനോടുമുള്ള വിധേയത്വത്തിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി
ചെയ്യുന്നു.